ബന്ധപ്പെട്ട് ഇന്ന് നഗരസഭയിൽ നടന്ന നഗരസഭാ വികസനത്തിനെന്ന വ്യാജേന അങ്കമാലിയിൽ മുനിസിപ്പാലിറ്റി സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ ആ ഭൂമി വാങ്ങലിൽ നടന്ന വലിയൊരു അഴിമതിയുടെ കഥ അങ്കമാലിയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെ സമാധാനപരമായി ഒരു ധർണ മുനിസിപ്പൽ കൗൺസിലേഴ്സ് 10 തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൗൺസിലർമാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ളൊരു ധർണ നടത്താനായിട്ടുള്ള തീരുമാനത്തെ എന്തിനാണ് ഇവിടുത്തെ ഭരണസമിതിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ചെയർമാനുമൊക്കെ ഭയപ്പെടുന്നത് എന്നത് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യമാണ്. ഇവരുടെ ഭാഗത്ത് ഒരു അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല എങ്കിൽ എന്തിനാണ് പ്രതിപക്ഷം നടത്തുന്ന സമരത്തെ ഇവർ ഭയപ്പെടുന്നത്? സമരം നടത്തി ചില കാര്യങ്ങൾ വിശദീകരിക്കും. തീർച്ചയായും അതിനെതിരെ അവർക്ക് ഞങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം അത് ജനങ്ങളെ ധരിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഇത് പർച്ചേസ് ചെയ്ത ആളുകൾക്കും ഇതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. അവർക്കത് വെളിവാക്കാവുന്നതാണ്. ഇത് ഇവിടെ സമരം നടത്താനായിട്ട് ഞങ്ങൾക്കുള്ള അവകാശം പോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിക്കാനായിട്ട് ഇവിടുത്തെ ചെയർമാൻ അടക്കമുള്ള ഭരണകർത്താക്കൾക്ക് അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ച് അത് അങ്കമാലിയിലെ പൗരാവലിയെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം ഇടതുപക്ഷ കൗൺസിലർമാരും ഇടതുപക്ഷ നേതാക്കളും ഈ നാട്ടിലെ ജനങ്ങളോട് കഴിഞ്ഞ 4.5 കൊല്ലമായി അങ്കമാലി നഗരസഭ ഭരിക്കുന്ന UDFൻ്റെ കൗൺസിൽ നടത്തിയിട്ടുള്ള അഴിമതി, സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിലപേശി നടത്തിയ ചില ഭരണകാര്യങ്ങൾ, ഇതൊക്കെ ഈ ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നതിൽ അവർക്കുള്ള ജാള്യത അല്ലെങ്കിൽ അവർക്കുള്ളൊരു ഒരു പ്രയാസം, അത് മറ്റുള്ളവരറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും വലിയ ഏതാണ്ട് 10:15 മണിക്ക് ഞാനിവിടെ വരുമ്പോൾ ഏതാണ്ട് ഒരു 200ഓളം പോലീസുകാരുണ്ട്, DYSP അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഏലിയാസ് പറഞ്ഞതുപോലെ ഞങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറിക്ക് രേഖാമൂലം ഞങ്ങൾ അറിയിപ്പ് കൊടുത്തു. ഞങ്ങൾ 18-ാം തീയതി തിങ്കളാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ 10 കൗൺസിലർമാർ ഇവിടെ കുത്തിയിരുന്ന് ഉപവസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇന്നതാണ് എന്നും പറഞ്ഞു. ഇത് ഞങ്ങളുടെ മൗലിക അവകാശമാണ്. ഇത് തന്നെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അറിയിച്ചിരുന്നു. വളരെ സമാധാനപരമായി കഴിഞ്ഞ 4.5 കൊല്ലമായി യാതൊരു തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ന്യായമായ രീതിയിൽ ജനാധിപത്യ രീതിയിൽ ഞങ്ങളിവിടെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമരങ്ങൾ പലതും ഞങ്ങൾ വിജയിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ സമരങ്ങളും വിജയിക്കും എന്ന പ്രത്യാശയൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഭരണഭൂരിപക്ഷമുള്ള UDFൻ്റെ നേതൃത്വത്തിന് വലിയ സ്വാധീനമുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. പക്ഷേ അത് അങ്കമാലിയിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന കാര്യത്തിനാകുമ്പോൾ അത് പ്രതികരിക്കേണ്ടതും അത് പൊതുജന സമൂഹത്തിൽ എത്തിക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് കാണിച്ച പേപ്പടി അത് എനിക്ക് തോന്നണേ ചെയർമാനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ചെയർമാൻ ഒരു അബദ്ധത്തിൽ ചാടിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ചെയർമാൻ ഇന്നലെ രാത്രി എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള ഒരു ധർണയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ 10 കൗൺസിലർമാർ വരും, രാവിലെ ജോസ് തെറ്റിൽ ഉദ്ഘാടനം ചെയ്യും, 4-4:30 ആകുമ്പോൾ KP രജീഷ് വരും, രജീഷ് അതിൻ്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യും, ഞങ്ങളത് കഴിഞ്ഞ് പോകും. ഇതിന് ഒരു അങ്കമാലി പ്രാദേശികമായ ഒരു വിഷയമായി കണ്ട് അതിന് കിട്ടാവുന്ന ഒരു പ്രാധാന്യം മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഞങ്ങളത്രയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തായാലും ബഹുമാനപ്പെട്ട ചെയർമാനോട് അമിത താല്പര്യമാണോ അമിത ശത്രുതയാണോ, എന്തായാലും ചെയർമാന് അത് ഉപദേശിച്ചു കൊടുത്ത ബുദ്ധി എന്തായാലും അതിൻ്റെ പതനത്തിൻ്റേതായിരുന്നു. അത് ഇന്ന് ആഗോളതലത്തിൽ മലയാളികൾ എവിടെയുണ്ടോ മലയാളികൾ ഉപയോഗിക്കുന്ന എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും വലിയ ന്യൂസായി ഈ രംഗത്തെ മാറ്റി. കാരണം അങ്കമാലി നഗരസഭയുടെ ചരിത്രത്തിൽ കൗൺസിലർമാരെ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടികൾ വരെ ആസൂത്രണം ചെയ്തിട്ടുള്ള UDFൻ്റെ നേതാക്കന്മാരുള്ള മണ്ണാണ് അങ്കമാലി. പലവട്ടം അവർ തന്നെ കാലുമാറുകയും അവർ തന്നെ ഭരണം തിരിച്ച് LDFന് കൊടുക്കുകയും തിരിച്ചവർ വീണ്ടും മാറി UDFിലേക്ക് പോവുകയും അങ്ങനെ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിട്ടുള്ള അങ്കമാലി നഗരസഭാങ്കണത്തിൽ കഴിഞ്ഞ 4.5 കൊല്ലം ഇതുപോലെയുള്ള ഒരു മാമാങ്കങ്ങളും നടത്താതെ വലിയ ഭരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അതിനോടൊക്കെ സഹകരിച്ച് വികസന മുരടിപ്പ് ഞങ്ങൾ തുറന്നു കാട്ടി ഞങ്ങൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന നഗരസഭാ കൗൺസിലിലാണ്
ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ 100-200ഓളം പോലീസുകാരെ കണ്ടത്. എന്തിനു വേണ്ടി? ഏതിനു വേണ്ടി? ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, ഞങ്ങളുടെ കൈ ശുദ്ധമാണെങ്കിൽ എന്തിനിവർ ഭയപ്പെടുന്നത്? ഇവർ കാര്യകാരണങ്ങൾ സഹിതം അങ്കമാലിയിലെ ജനങ്ങളോട് പറയട്ടെ. ആ ജനങ്ങൾ ഏതാണ് വിശ്വസിക്കുന്നത് അത് ജനങ്ങൾ വിശ്വസിക്കട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടമ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അത് ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതുവരെ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള എല്ലാ സമരസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യും. അത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ മറികടക്കാനായിട്ട് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് കഴിവുണ്ട്. അങ്കമാലിയിലെ നേതൃത്വത്തിന് അതിന് കഴിവുണ്ട്. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നത് അടിവരയിട്ട് ഇവിടെ തെളിയിച്ചു. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.